ഹായ് ഗായ്സ്, നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. ദേ ഈ നടുക്കിരിക്കുന്ന ആളെ കണ്ടോ? പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഒരു നാത്തൂനൊക്കെ ആയിട്ട് വരുവേ. അവളുടെ മാരേജ് ആണ് കേട്ടോ. അതിൻ്റെ ഷോപ്പിങ്ങിനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഡേ ഫുള്ള് ഷോപ്പിംഗ് തന്നെ ആയിരുന്നു കേട്ടോ. കുറേ കടകളൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ ആദ്യം പോയിട്ടുള്ളത് ഫാഷൻ ബസാറിലാണ്. നമ്മുടെ പുതിയ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ ആ റൗണ്ട് ബിൽഡിംഗ് ഇല്ലേ, കത്തിപ്പോയിട്ടുള്ള അവിടെയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത്. അവിടെ എന്തൊക്കെയോ ഓഫർ ഉണ്ടായിരുന്നു, ആഡി സെയിലാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഇനിയും ആൾക്കാർ വരാനുണ്ടായിരുന്നു കേട്ടോ. അവളുടെ അമ്മയും അച്ഛനും ഒന്നും വന്നിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ അവളെ മാമനും മാമിയും മോളും പിന്നെ ചേച്ചിയും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ വരാനുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന്, പാർട്ടീൻ്റെ ഡ്രസ്സൊക്കെ ഒന്നാണ് ആദ്യം എടുത്ത് നോക്കിയിട്ടുള്ളത്. കുറേ സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനൊക്കെ ഒരു 50% ഓഫുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അത് അച്ചുവിന് ഇന്ന് ഫുൾ ഫ്രീഡായിരുന്നു കേട്ടോ. ഞാനും അവനെ അധികം ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല. കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ, മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വരാനാവുന്നേ ഉള്ളൂ. അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ ഓടി നടക്കുക. അവൻ്റെ കൂടെ ആളും ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെ കുറേ സ്റ്റാഫും ഉണ്ടല്ലോ. പിന്നെ അവൻ എവിടെ പോയാലും അവിടുത്തെ ആൾക്കാരൊക്കെ കയ്യിലെടുക്കുന്നതുകൊണ്ട് പിന്നെ എല്ലാം കൂടിയായി അവനൊരു സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ അവളെ അമ്മയും അച്ഛനും മാമനും വൈഫും മോളും ഒക്കെ വന്നത്. അപ്പം അവളെ അച്ഛനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അച്ചുവിന് പിന്നെ വേറെ ആരും വേണ്ട കേട്ടോ. അച്ചുവിന് പിന്നെ വിജയൻ എന്ന് വിളിച്ചിട്ട് ഇളയച്ചൻ്റെ വഴിയെ ഇങ്ങനെ നടന്നോളുവേ. പിന്നെ ഞങ്ങൾ നോക്കി വെച്ച ഡ്രസ്സൊക്കെ അവരെയും കൂടെ കാണിച്ചിട്ടോ. അപ്പോഴത്തേക്കും അശ്വതിയേച്ചിയും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അവരും കൂടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര സന്തോഷവും ആഹ്ലാദമൊക്കെ ആയി. ഡാൻസിൻ്റെ പ്രാക്ടീസ് ആയിരുന്നു, റീലെടുക്കാൻ വേണ്ടി അതും കാര്യങ്ങളൊക്കെ ആയി. അത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ അവർ നല്ല കളിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചെക്കനിതാ ഇവനെ എവിടുന്ന് കിട്ടിയതാ ഈ നടത്തുന്നൊന്നും അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ സേതുരാമയ്യ നടക്കുന്ന പോലെ ഇങ്ങനെ കൈ ബാക്കോട്ട് കൊടുത്ത് നടക്കാറുണ്ട് കേട്ടോ. പിന്നെ അവന് അവിടെ ഒരു തൊട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തൊക്കെ ആടി കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ കുറേ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ വലിയവർക്കുള്ള സാരി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്തേക്കൊന്നും ഞാൻ അധികം പോയില്ല. എന്താ വെച്ചാൽ എനിക്ക് സാരീനെ പറ്റി ഒരു ABCD പോലും അറിയില്ല. ആ സമയത്ത് ഞാൻ അച്ചുവിന് കഴിക്കാൻ കൊടുക്കുമായിരുന്നു. ഞാൻ എവിടെ പോവുകയാണെങ്കിലും എന്തെങ്കിലും ഒന്ന് അവന് കഴിക്കാൻ കരുതും കേട്ടോ. എവിടെയെങ്കിലും പെട്ടുപോയി അവന് വിശക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ബുദ്ധിമുട്ടായി പോവല്ലോ വിചാരിച്ചിട്ട് എപ്പോഴും ഞാൻ കൊണ്ടുപോകും കേട്ടോ. അത് കഴിഞ്ഞ് ഇവർ കളിയിലേക്ക് തന്നെ പോയേ. അവന് ചെണ്ടക്കൊട്ടൊക്കെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ കൊട്ടുന്ന പോലെ കാണിക്കുമ്പോൾ അവന് സന്തോഷമാണ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങാൻ നേരത്താണ് കേട്ടോ, ഇറങ്ങുമ്പോഴാണ് ആ പാട്ട് കണ്ടത്. പിന്നെ മാമീൻ്റെ കയ്യിലാട്ടോ അവൻ ഉണ്ടായിരുന്നത് ഈ ടൈമിനൊക്കെ. മാമി അവനായിട്ട് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നത്. അതേപോലെ അവരെല്ലാവരുമായിട്ടും നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് കയറുകയാണ് പിന്നെയും കടയിലേക്ക്. അവിടെ കയറി അവിടുന്ന് ബാക്കിയും കൂടെ പർച്ചേസ് ചെയ്തുകൊണ്ട് നിൽക്കുക. പിന്നെ ഇതാണ് കേട്ടോ അശ്വതിയേച്ചി മെൻഷൻ ചെയ്യാനേ പറഞ്ഞിട്ടില്ല കേട്ടോ. ചേച്ചി ഭയങ്കര ബിസിയാട്ടോ, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടാണ്. ഇതൊക്കെ ഞാൻ പറയുന്ന ചേച്ചി പറയാൻ പറഞ്ഞല്ല കേട്ടോ. അങ്ങനെ അച്ചുവിനെ ഫീഡ് ചെയ്തപ്പോൾ അവൻ ഉറങ്ങി. ആ തൊട്ടിൽ അവനെ കൊണ്ട് കിടത്തിയപ്പോൾ അവനവിടെ സുഖമായിട്ട് കിടന്നു കേട്ടോ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ബ്രൈഡിന് പറ്റിയ സാരി അവിടുന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വേറെ ഒരുപാട് ഷോപ്പിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും. ആ ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പിന്നെ നിങ്ങൾ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.